Hi students, SLC IT model examine vanna Python math questions nokam. Appo adile a Python program and the output 1 obtained when it is run is given. Appo ivide oru program thannittund. Aa program nammal type cheythu run cheyidale ee output 1 aanu namukku kitta. Appo idinathu endokke changes aanu varthande aa changes varthittu nammal output 2 ivide thannirikkunna output 2 aaki maattണം. After typing and running the program, modify the same program to get the second output. Then save this file to exam10 folder in home with your register number underscore question number as file name. അപ്പോൾ ഇത് ചെയ്തു നോക്കാനായിട്ട് നമുക്ക് പൈത്തൺ പ്രോഗ്രാം ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിന്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ ഇങ്ങനെയാണ് ഐഡിൽ ഓപ്പൺ ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ആദ്യം ഓപ്പൺ ആയി വന്നത് ഒരു പൈത്തൺ ഷെല്ലാണ്. ഇവിടെ നമ്മൾ എഡിറ്റർ വിൻഡോ ഓപ്പൺ ചെയ്യാനായിട്ട് ഫയലില് ന്യൂ ഫയൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പം അതിനായിട്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്യാണ്. അപ്പം ഇവിടെ കൃത്യമായിട്ട് തന്നിരിക്കുന്ന പ്രോഗ്രാം അതേപോലെ സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാം. ഫ്രം ടേർട്ടിൽ എൻ്റർ പ്രസ് ചെയ്തു. പെൻ സൈസ് 4 I in range ബ്രാക്കറ്റിൽ 6 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെന്ന് കൊടുത്തു. അതിൽ കോളൻ കൊടുക്കണം. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്ന ഒരു കൃത്യമായിട്ട് ഒരു സ്പേസ് കഴിഞ്ഞിട്ട് മാർജിനിൽ ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് കഴ്സർ വരിക. ഇനി അവിടെയാണ് നമ്മൾ അടുത്ത ടൈപ്പ് ചെയ്യേണ്ടത് RT60 എന്നുള്ളത്. അപ്പോൾ ആ ലൂപ്പിനുള്ളത് ഉള്ളിലുള്ളതാണത്. ഇനി അടുത്ത ഫോർ ലൂപ്പ് വീണ്ടും വരികയാണ്. 4 J in range ബ്രാക്കറ്റിൽ 5 കോളൻ കൊടുക്കണം. അവിടെ ആ ലൂപ്പിനുള്ളിലുള്ള കാര്യമാണ് ഇനി വരുന്നത്. ഫോർവേഡ് 100 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. റൈറ്റ് 72. ഇത്രയാണ് തന്നത്. ആ പ്രോഗ്രാമിൽ തന്നതുപോലെ നമ്മളിവിടെ ടൈപ്പ് ചെയ്തു. ഇനി നമ്മളത് സേവ് ചെയ്യണം. അതിനായിട്ട് ഫയലില് സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അവിടെ അപ്പം ഇങ്ങനെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് exam10 എന്നുള്ള ഫോൾഡർ ഉണ്ടാവും. ഇവിടെ ഹോം ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. exam10 എന്ന ഫോൾഡർ ഉണ്ടാവും. ഇവിടെ കാണുന്നില്ലെങ്കിൽ താഴെയുള്ള കഴ്സർ ജസ്റ്റ് ഒന്ന് ഇവിടെ മൂവ് ചെയ്യിക്കാം. അപ്പം നമുക്കിവിടെ കാണാം exam10 ഫോൾഡർ. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഫയൽ നെയിം കൊടുക്കാൻ പറഞ്ഞു. അവിടെ നമ്മൾ നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. ആ രജിസ്റ്റർ നമ്പർ എത്രയാണോ അത് കൊടുത്തു. അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഗ്രൂപ്പ് 3ലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ 3 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ അണ്ടർസ്കോർ 3 എന്ന് കൊടുത്തു. സേവ്. ഇനി നമ്മൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ അതിനായിട്ട് റണ്ണില് റൺ മൊഡ്യൂൾ അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഔട്ട്പുട്ട് 1 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതിന് 5 സൈഡ്സ് ഉണ്ട്. ഇതിന് 1 2 3 4 5 എണ്ണം കാണാം അല്ലെ. അപ്പൊ ഇനി നമുക്ക് തന്നിരിക്കുന്ന സ്ക്വയർ ആണ്. 4 സൈഡ് മതി. അപ്പൊ ഇതിനെ 4 സൈഡുള്ള ഇതായിട്ട് മാറ്റണം. അപ്പൊ അതിനായിട്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 4 J in range 5 എന്നുള്ളിടത്ത് നമ്മൾ എന്ത് കൊടുക്കുക? 4 കൊടുക്കുക. 4 കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ സ്ക്വയറിൻ്റെത് നമ്മളെ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. റൈറ്റ് 90 ഡിഗ്രി ആണ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ റൈറ്റ് എന്നുള്ളിടത്ത് 90 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ 2 ചേഞ്ചസും വരുത്തിയാൽ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ടിനെ ഔട്ട്പുട്ട് 2 ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഈ തന്ന പ്രോഗ്രാം നമ്മളിപ്പോ ടൈപ്പ് ചെയ്ത പ്രോഗ്രാമിൽ തന്നെ ചേഞ്ചസ് വരുത്തിയാൽ മതി. അപ്പൊ ഇവിടെ 4 J in range 5 എന്നുള്ളിടത്ത് നമ്മൾ അത് ഡിലീറ്റ് ചെയ്തിട്ട് 4 വശങ്ങളുള്ളൊരു ഔട്ട്പുട്ടാണ് കിട്ടേണ്ടത്. അതുപോലെ തന്നെ അതിന്റെ റൈറ്റ് എന്നുള്ളത് റൈറ്റ് 72 ഡിഗ്രി ആണ് തിരിയാൻ പറഞ്ഞത്. അവിടെ നമ്മൾ 90 എന്ന് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് റൺ എന്ന് കൊടുത്താൽ മതി. സേവ് ചെയ്യണമെന്നില്ല. റൺ എന്ന് കൊടുത്തു. റൺ മൊഡ്യൂൾ കൊടുത്താൽ ഇവിടെ സേവ് ആവുന്നുണ്ട്. ഓക്കെ പ്രസ് ചെയ്താൽ പുതിയ പ്രോഗ്രാമാണ് വരിക.
അപ്പൊ നമ്മൾ ഈ ചെയ്ത പ്രോഗ്രാം ഇവിടെ മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഇതായിരുന്നു നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് 2. അപ്പൊ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പൈത്തൺ പ്രോഗ്രാം ആൻഡ് ദ ഔട്ട്പുട്ട് 1 ഒബിറ്റൈൻ വെൻ ഇറ്റ് ഈസ് റൺ ഈസ് ഗിവൺ. അപ്പൊ ഈ ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്താൽ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് 1 കിട്ടും. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഔട്ട്പുട്ട് 2 ആക്കി മാറ്റണം. നേരത്തെ പോലെ തന്നെ ആഫ്റ്റർ ടൈപ്പിംഗ് ആൻഡ് റണ്ണിംഗ് ദ പ്രോഗ്രാം മോഡിഫൈ ദ സെയിം പ്രോഗ്രാം ടു ഗെറ്റ് ദ സെക്കൻഡ് ഔട്ട്പുട്ട്. Then save this file to exam10 folder in home with your register number _ question number as file name. ഇനി മലയാളത്തിലെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് 1 ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസ് പ്രോഗ്രാമിംഗിൽ ഐഡിൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ ഇവിടെ പൈത്തൺ ഷെല്ലാണ്. അതിൻ്റെ അകത്ത് നമ്മൾ എഡിറ്റർ വിൻഡോ ഓപ്പൺ ചെയ്യാം. അപ്പൊ എഡിറ്റർ വിൻഡോയിൽ നമ്മൾ ഇതൊന്ന് ടൈപ്പ് ചെയ്യുന്നു. സ്റ്റാർ കൊടുത്തു, പെൻ സൈസ് 6, ഫോർ ജെയിൻ റേഞ്ച് കൊടുത്തു, കോളൻ എൻ്റർ പ്രസ് ചെയ്യുന്നു, കളർ യെല്ലോ കൊടുക്കുന്നു. ഇനി ആ ഫോർ ലൂപ്പിലുള്ള കാര്യങ്ങളാണ്. സർക്കിൾ 15 കൊടുത്തു, ഇനി കളർ റെഡ് കൊടുത്തു, ക്ലോസ് ചെയ്യാം. ഇനി സർക്കിൾ 80 കൊടുത്തു, ഇനി റൈറ്റ് 120 കൊടുത്തു. ഇത്രയും കൊടുത്തു. ഇനി നമ്മളിത് സേവ് ചെയ്യുന്നു. അപ്പോൾ ഈ തന്ന പ്രോഗ്രാം നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്തു. ഇനി അത് സേവ് ചെയ്യാം. ഫയലിൽ സേവ് ആസ് കൊടുക്കുന്നു. ഇവിടെ ഒന്ന് മൂവ് ചെയ്തിട്ട് exam10 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. നമ്മുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക, question number 3 ആണ്. 3 എന്ന് കൊടുത്തു, സേവ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. ഇപ്പൊ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടിയിട്ടുണ്ട്. ഇനി ഔട്ട്പുട്ട് 2 ആക്കി മാറ്റണം. അപ്പൊ ഇവിടെ 3 സർക്കിൾ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ 1 2 6 സർക്കിൾ കാണും. അപ്പൊ ഈ 6 സർക്കിൾ ആക്കി മാറ്റണം. അപ്പൊ ഇവിടെ നമുക്ക് ഫോർ ജെയിൻ റേഞ്ച് 3 എന്നുള്ളിടത്ത് നമ്മൾ 6 എന്ന് കൊടുക്കുക. അതേപോലെ ഇവിടെ റൈറ്റ് 120 എന്നാണ് തന്നിരിക്കുന്നത്. അതിന്റെ പകുതിയാക്കി മാറ്റിയിട്ട് 60 ആക്കി കൊടുക്കുക. അപ്പൊ ഇത് 2 ചേഞ്ചസ് ആണ് നമ്മളിവിടെ വരുത്തേണ്ടത്. അപ്പൊ ആ ഒരു ചേഞ്ചസ് ഈ നമ്മൾ ടൈപ്പ് ചെയ്ത ഈ പ്രോഗ്രാമിൽ തന്നെ വരുത്തിയാൽ മതി. അപ്പൊ ഇവിടെ 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിടത്ത് നമുക്കിനി വേണ്ടത് 6 സർക്കിൾ ആണ്. അപ്പൊ 6 ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഇവിടെ 6 എന്ന് കൊടുത്തു. ഫോർ ജെയിൻ റേഞ്ച് 6 എന്ന് കൊടുക്കുക. അതുപോലെ ഇവിടെ എന്ത് ചെയ്യാ, റൈറ്റ് എന്നുള്ളിടത്ത് 120, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, 60 എന്ന് കൊടുക്കുന്നു. 60 എന്ന് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണില് റൺ മൊഡ്യൂൾ കൊടുക്കുക. അത്രമാത്രം കൊടുത്താൽ മതി. അപ്പൊ അതവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുന്നുണ്ട്. ഇവിടെ ഓക്കെ എന്ന് കൊടുത്താൽ മതി. അപ്പൊ തന്ന ഔട്ട്പുട്ട് 2 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ 6 സർക്കിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാം. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ട് നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു പ്രോഗ്രാം തന്നു. ഇത് വെച്ച് നമ്മൾ ചെയ്താൽ ഈ ഔട്ട്പുട്ട് 1 ആണ് കിട്ടുക. ഇനി ഈ ഒരു പ്രോഗ്രാമിംഗിൽ ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ എന്താക്കണം, ഈ ഒരു ഔട്ട്പുട്ട് 2 ആക്കണം. നമ്മൾ നോക്കിയാൽ കാണാം റെഡ് കളറാണ്. അതേപോലെ ഇവിടെ എത്ര ടൈംസ് ആണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്, 1 2 3 8 തവണയാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് ആക്കി മാറ്റുമ്പോൾ നമുക്കൊരു 10 ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ഒന്ന് എണ്ണി നോക്കിയാൽ ഇവിടെ കാണാം 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ആ രീതിയിൽ ഈ പ്രോഗ്രാമിന് ചേഞ്ചസ് വരുത്തുക. എന്നിട്ട് ഇതിനെ നമ്മൾ ഹോമിൽ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമുക്കിതൊന്ന്
പൈത്തണിൽ ചെയ്തു നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഫയലിൽ ന്യൂ ഫയൽ എഡിറ്റർ വിൻഡോ ഓപ്പൺ ചെയ്തു. ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാം ഒന്ന് ടൈപ്പ് ചെയ്യാം. എയ്റ്റ് കൊടുത്തു, കോളൻ കൊടുക്കുക, എൻ്റർ. ഇനി ആ ലൂപ്പിനുള്ളിലുള്ളതാണ് RT36. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി അടുത്ത ലൂപ്പ് കൊടുക്കണം, 4J ഇൻ റേഞ്ച് 4 കൊടുത്തു, കോളൻ കൊടുത്തു. ഇനി ഫോർവേഡ് 100 കൊടുത്തു, ബ്രാക്കറ്റ് റൈറ്റ് 90. ഇനി നമ്മളിതൊന്ന് സേവ് ചെയ്യുക. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് കൊടുത്തു. ഇവിടെ നമ്മൾ ഈ ഒരു സ്ക്രോൾ ബാർ മൂവ് ചെയ്താൽ ഇവിടെ exam10 കാണാം. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, _ ഗ്രൂപ്പ് 3 ആയതുകൊണ്ട് 3 എന്ന് കൊടുക്കുന്നു, സേവ് കൊടുക്കും. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. അപ്പൊ ഇത് ഇവിടെ 8 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്തത്. ഇനി 2 പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ നോക്കിയാൽ 2 പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഇത് 10 ടൈംസ് ആണ് വേണ്ടത്. 1 2 3 4 5 6 7 8 9 10 വരുന്നുണ്ട് ഇവിടെ. അപ്പൊ ഈ 10 റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഈ പ്രോഗ്രാമില് ഇവിടെ 8 ടൈംസ് റിപ്പീറ്റ് ചെയ്തതിന് അവിടെ ഡിലീറ്റ് ചെയ്തിട്ട് 10 എന്ന് കൊടുക്കുക. അതേപോലെ നമ്മുടെ കളർ ഇവിടെ മാറുന്നുണ്ട്, ബ്ലൂ എന്നുള്ളത് റെഡ് ആവണം. അപ്പൊ ഈ കളർ എന്നുള്ളിടത്തുള്ള ബ്ലൂ എന്നുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയാം. അവിടെ നമ്മൾ ഇൻവെർട്ടർ കോമയിൽ റെഡ് എന്ന് കൊടുക്കുക. ഈ 2 ചേഞ്ചസും വരുത്തുക. എന്നിട്ട് ഈ പ്രോഗ്രാം ആ ഒരു ഫയലിൽ തന്നെയാണ് സേവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിനി റൺ എന്ന് കൊടുത്താൽ മതി. റൺ മൊഡ്യൂൾ അടിക്കുമ്പം അത് ഇവിടെ ചോദിക്കുന്നുണ്ട് സേവ് ചെയ്യട്ടെ, ഓക്കെ കൊടുത്താൽ നമ്മുടെ പുതിയ പ്രോഗ്രാമാണ് ഇവിടെ റൺ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ കൊടുത്ത ചേഞ്ചസ് ആയിട്ടുള്ള ആദ്യത്തെ പ്രോഗ്രാം റണ്ണായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന ഔട്ട്പുട്ട് 2 ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാം. ഈ ഒരു ഔട്ട്പുട്ട് 1 തന്നിട്ടുണ്ട്, അതിന്റെ പ്രോഗ്രാം. അപ്പൊ ഇതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നോക്കാം. എന്നിട്ട് ഇതിനെ ഔട്ട്പുട്ട് 2 ആക്കി മാറ്റുകയാണ് വേണ്ടത്. അപ്പൊ പ്രോഗ്രാമിംഗ് എടുത്തു, ഐഡിയിൽ. കളർ ഓറഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് എന്ന് കൊടുക്കുന്നത് ബോർഡറിന്റെ ഇതാണ്. ഓറഞ്ച് എന്ന് കൊടുത്തത് നമുക്ക് തിയറി ക്വസ്റ്റ്യൻ ആയിട്ടും വരുന്നതാണ്. അപ്പൊ ആദ്യം ബോർഡറിന്റെ കളറാണ് വരിക, പിന്നെയാണ് ഫില്ല് കളറായിട്ട് മാറുന്നത്. അത് ഇൻവെർട്ടർ കോമയിൽ എന്ന് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ. ബിഗിൻ ഫിൽ എന്ന് കൊടുക്കുക, _ ഫില്ല് ബ്രാക്കറ്റ് എൻ്റർ. 4i ഇൻ റേഞ്ച് 5 എന്ന് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കോളൻ എൻ്റർ പ്രസ് ചെയ്യുക. RT റൈറ്റ് ഇതാക്കാൻ RT 51.5 കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇനി അടുത്ത ലൂപ്പ് 4J ഇൻ റേഞ്ച് ബ്രാക്കറ്റിൽ 3 എന്ന് കൊടുത്തു, കോളൻ കൊടുത്തു. ഇനി അതിൻ്റെ ലൂപ്പിനുള്ളിൽ ഫോർവേഡ് ബ്രാക്കറ്റിൽ 100 റൈറ്റ് 120 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഒരു
പ്രാവശ്യം ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കിയാൽ ഇവിടെ കാണാം, ഇവിടെയുള്ള എൻഡ് ഫില്ലിന്റെ നേരെ മാർജിന് നേരെയാണ് ഈ എൻഡ് ഫില്ല് ഉള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഇവിടത്തിന് നേരെയായിട്ടാണ് എൻഡ് ഫില്ല് വെക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം. എൻഡ് ഫില്ലിന് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പം നമ്മൾ ഇവിടെ അല്ല, ഈ ഒരു റൈറ്റിന് തൊട്ട് താഴെ അല്ല, അതിൻ്റെ ഏറ്റവും ആദ്യമുള്ള മാർജിന് നേരെയായിട്ടാണ് എൻഡ് ഫില്ല് കൊടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളിതൊന്ന് സേവ് ചെയ്യാം. ഫയലിൽ സേവ് ആസ് കൊടുക്കുന്നു. എക്സാം 10 ഓപ്പൺ ചെയ്യാം. അവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. _ ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് കൊടുത്തു സേവ് കൊടുക്കാം. ഇനി റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം. കളർ എന്നുള്ളത് സ്പെല്ലിങ് മാറിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ അന്നേരം നോക്കിയാൽ മതി. ആ ഒരു കളർ എന്നുള്ള UR എന്ന് വന്നിട്ടുണ്ട്, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പം കളർ COLOR എന്നുള്ളതാണ്. അതിങ്ങനെ കൊടുത്ത് ഒന്നും കൂടി റൺ ചെയ്ത് നോക്കുന്നു. ഓക്കെ കൊടുക്കുക. അപ്പം നമ്മൾ ചെയ്തത് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് 1 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 2 പ്രാവശ്യം കൂടി ഈ പ്രോഗ്രാം റിപ്പീറ്റ് ചെയ്യണം. കാണുന്നുണ്ട് ഇവിടെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ആ 2 പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് 2 ആക്കി മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 5 ടൈംസ് ആണ് ഇത് റിപ്പീറ്റ് ചെയ്തത്. അതിൻ്റെ അകത്ത് നമ്മൾ 7 കൊടുക്കുക. അപ്പോൾ ഈ പ്രോഗ്രാമിന് തന്നെ 7 കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ നമ്മൾ 7 കൊടുത്തു. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മളോട് വേറെ കളറൊന്നും ചേഞ്ച് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇനി നമുക്ക് റൺ ഒന്ന് കൊടുത്തിട്ട് റൺ മൊഡ്യൂൾ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സേവ് ആവുന്നുണ്ട്. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം ആ എൻഡ് ഫില്ല് കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇതിനുള്ളിൽ കളർ ഫില്ലാവില്ല. അപ്പം ആ എൻഡ് ഫില്ല് ഇതേപോലെ മാർജിൻ്റെ നേരെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഔട്ട്പുട്ട് 2 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് 1 കിട്ടണം. അതിനുള്ള പ്രോഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ അത് ടൈപ്പ് ചെയ്തിട്ട് ഈ ഔട്ട്പുട്ട് 1 കിട്ടും. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ബോർഡറും കളറും ചേഞ്ച് ചെയ്തിട്ട് ഔട്ട്പുട്ട് 2 ആക്കി മാറ്റാം. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ ഓപ്പൺ ചെയ്തു. ഇവിടെ ഫയലിൽ ന്യൂ ഫയൽ എടുക്കുന്നു. നമ്മൾ ഈ പ്രോഗ്രാം ചെയ്ത് നോക്കാം. ബിഗിൻ ഫില്ല് കൊടുക്കണം. _ ക്വസ്റ്റ്യൻ ബിഗിൻ ഫിൽ ബ്രാക്കറ്റ് ക്ലോസ്. ഇനി 4i ഇൻ റേഞ്ച് കൊടുത്തു, 7 കൊടുത്തു, കോളൻ കൊടുത്തു. അതേപോലെ തന്നെ അതിനുള്ളിൽ അടുത്ത ലൂപ്പ് കൊടുക്കുക. 4j ഇൻ റേഞ്ച് ബ്രാക്കറ്റിൽ 6 കോളൻ. ഇനി അതിനുള്ളിലേക്ക് വരുന്ന കഴ്സർ അതിനുള്ളിലായിട്ടാണ് വരിക. ഫോർവേഡ് 60, ലെഫ്റ്റ് 45, ഒരു കഴ്സർ നമ്മൾ നോക്കിയാൽ കാണാം ഇവിടെ ഈ ഫോർ ലൂപ്പിന് നേരെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക. ഇനിയാണ് ലെഫ്റ്റ് 45 എന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിൽ എററാണ് വരിക. അപ്പോൾ ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി ഫോർവേഡ് 100. അപ്പോൾ ആദ്യത്തെ ഫോർ ലൂപ്പിനുള്ളിലെ കാര്യങ്ങളാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയാൽ ഈ ഒരു ഇതിന് നേരെ ബിഗിൻ ഫില്ലിന് നേരെയാണ് എൻഡ് ഫില്ല് വരേണ്ടത്. അപ്പോൾ ഒന്നും കൂടി കഴ്സർ ബാക്കോട്ട് ഇതാക്കുക, ബാക്ക് സ്പേസ് അടിക്കുക, എന്നിട്ട് എൻഡ് ഫില്ലിന്ന് കൊടുക്കുക. അത് ശ്രദ്ധിക്കണേ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്തു. നമ്മളിനി ഫയൽ സേവ് ചെയ്യാം. ഫയലിൽ സേവ് ആസ് കൊടുത്തു. ഇവിടെ എക്സാം 10 ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എൻ്റർ. എന്നിട്ട് നിങ്ങളെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. _ ക്വസ്റ്റ്യൻ നമ്പർ 3. ആ ക്വസ്റ്റ്യൻ നമ്പർ 3 ഗ്രൂപ്പ് 3 ആയതുകൊണ്ടാണ് സേവ് കൊടുത്തു.
ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കണം. റണ്ണിൽ റൺ മൊഡ്യൂൾ ഇൻവാലിഡ് സിൻടാക്സ് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാതെ എവിടെയോ ഫോർ ഐ ഇൻ റേഞ്ച് എന്നുള്ളത് വിട്ടുപോയിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് അവിടെ തന്നെ ടൈപ്പ് ചെയ്താൽ മതി. ഐ ഇൻ റേഞ്ച് എന്ന് കൊടുത്തു. ഇനി റൺ ചെയ്യാം. റണ്ണിൽ റൺ മൊഡ്യൂൾ ഓക്കെ കൊടുത്തു. അപ്പോൾ ഔട്ട്പുട്ട് 1 കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് 2 ആക്കണം. അപ്പൊ അത് ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇപ്പൊ 7 ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ആദ്യത്തെ ഫോർ ലൂപ്പിന്റെ അകത്ത് 8 എന്ന് കൊടുത്താൽ മതി. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെയുള്ള 7 ഉള്ളത് ഡിലീറ്റ് ചെയ്തിട്ട് 8 എന്ന് കൊടുത്തു. അപ്പൊ നമ്മളിവിടെ 8 എന്ന് കൊടുത്തു. 8 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിന്റെ ബോർഡർ കളർ എന്താക്കണം, യെല്ലോ ആക്കി മാറ്റണം. അപ്പൊ അതിനായിട്ട് നമ്മളിവിടെ നമുക്ക് തിയറി ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരുന്നതാണ്. ഫസ്റ്റ് കൊടുക്കുന്നത് ബോർഡർ കളറും സെക്കൻഡ് ഫിൽ കളറുമാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ റെഡ് എന്നുള്ളിടത്ത് നമ്മളിവിടെ യെല്ലോ എന്ന് മാറ്റി കൊടുക്കുക. യെല്ലോ എന്ന് കൊടുത്തു. അപ്പൊ ഈ 2 ചേഞ്ചസ് ആണ് വരുത്തിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കോളും. എന്ത് ചെയ്താൽ മതി, റണ്ണില് റൺ മൊഡ്യൂൾ എന്ന് കൊടുക്കുക. അപ്പൊ ഇവിടെ സേവ് എന്നുള്ളത് വരുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. അപ്പൊ ഇവിടെ തന്ന അതേ പ്രോഗ്രാം ഔട്ട്പുട്ട് 2 തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.